പള്ളി. വാർത്തകൾ തുടരുന്നു. കൊഞ്ചലുകൾ നിലച്ചു തിരികെ വരാത്ത ലോകത്തേക്ക് നാട്ടുകാരുടെ പ്രിയപ്പെട്ട പിങ്കിത്തത്ത യാത്രയായി. കൊട്ടാരക്കര ഇഞ്ചക്കാട് പാറവിള വീട് ശോകസാന്ദ്രമായി. കൊട്ടാരക്കരയിൽ നിന്നും SR മനോജ് കുമാറിന്റെ റിപ്പോർട്ട്. കൊട്ടാരക്കര ഇഞ്ചക്കാട് പാറവിള വീട്ടിൽ ശനിയാഴ്ചത്തെ പ്രഭാതം അശുഭകരമായ വാർത്തയോടെയാണ് പുലർന്നത്. 28 വർഷമായി തങ്ങളെ വിളിച്ചുണർത്തുന്ന പിങ്കിത്തത്തയുടെ ശബ്ദമെത്താഞ്ഞിട്ട് വീട്ടുടമ ഉണ്ണൂണിയും ഭാര്യ ലീലാമ്മയും പിങ്കിത്തത്തയുടെ അരികിലെത്തിയത്. ചേതനയേറ്റ പിങ്കിയുടെ ശരീരമാണ് ഇവർ കണ്ടത്. 28 വർഷമായി നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരിയായ പിങ്കിത്തത്ത അവശേഷിക്കുന്നില്ലെന്ന വാർത്ത അവിശ്വസനീയമായിരുന്നു. ഉണ്ണൂണിയും ലീലാമ്മയും സ്വന്തം മകളെപ്പോലെ പരിപാലിച്ച പിങ്കിത്തത്തയുടെ വിയോഗ വാർത്തയറിഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം പാറവിള വീട്ടിലേക്ക് ഒഴുകിയെത്തി. രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചാൽ കൊച്ചമ്മയെന്ന് വിളിച്ചുണർത്തുന്ന, വീടിന് സമീപം ആളെത്തിയാൽ വിളിച്ചറിയിക്കുന്ന, പറയാതെ യാത്ര പോയാൽ പിണങ്ങുന്ന പിങ്കി ജീവനോടെയില്ലെന്ന യാഥാർത്ഥ്യം വീട്ടുടമ ഉണ്ണൂണിയെയും ഭാര്യയെയും പൊട്ടിക്കരയിച്ചു. 28 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയതായ തത്തമ്മ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഈ ഉള്ള കാലം അത്രയും ഞങ്ങളുടെ വീട്ടിലെ ഒരു കാവൽക്കാരനെ പോലെ വളരെ സ്നേഹമായിട്ട് പെരുമാറിയ ഒരു വീട്ടിലംഗം പോലെ ഈ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഇതായിരുന്നു ഞങ്ങളുടെ തത്തമ്മ. കഴിഞ്ഞ ദിവസം പനിയുടെ അസ്വസ്ഥയാണെന്ന് തോന്നുന്നു. ഭക്ഷണം കൊടുത്തപ്പോൾ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. ചിലപ്പോഴൊക്കെ അങ്ങനെ കാണിക്കൊക്കെ വീട്ടിൽ പാല് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. താങ്ങാനാവാത്ത വേദനയായി. ഞങ്ങൾ അത്രമാത്രം സ്നേഹിച്ച് ഇരുന്നതായ തത്തമ്മ വളരെ വീട്ടിലെ ഒരു അംഗമായിരുന്നു. ഏത് സമയത്തായാലും വീട്ടിലാരെ വന്നാലും ഉടനെ ഞങ്ങളെ ആ വിവരം അറിയിക്കുകയും വരുന്നവരുമായിട്ട് സംസാരിക്കുകയും. ദുഃഖത്തിൽ പങ്കുചേരാൻ ഇഞ്ചക്കാട് മാർത്തോമ ചർച്ച് ഇടവക വികാരി സാം ജോർജ് വീട്ടിലെത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പുഷ്പങ്ങൾ വിരിച്ച പ്രതലത്തിൽ പിങ്കിയുടെ ചേതനയറ്റ ശരീരം കിടത്തി. തലയുടെ ഭാഗത്ത് കത്തിച്ചുവെച്ച മെഴുകുതിരിയും വേദപുസ്തകവും സാക്ഷിയായി വീട്ടിലെത്തിയ നാട്ടുകാർ പിങ്കിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചു. പൊട്ടിക്കരയുന്ന ഉണ്ണൂണിയെയും ലീലാമ്മയെയും സമാധാനിപ്പിക്കാൻ നാട്ടുകാർ നന്നേ പാടുപെട്ടു. പിങ്കിക്കായി ചുവന്ന തുണിയിൽ പൊതിഞ്ഞ പ്രത്യേക പെട്ടിയൊരുക്കി വെള്ള തുണിയിൽ പുതപ്പിച്ച ശരീരം അതിനുള്ളിൽ വെച്ചു. പിന്നെ പ്രാർത്ഥനകൾക്കും ക്രിസ്തീയ ആചാരങ്ങൾക്കും ശേഷം വീട്ടുകാർക്ക് എപ്പോഴും കാണാവുന്ന ഇടത്ത് പിങ്കിയെ സംസ്കരിച്ചു. തത്തകളുടെ ശരാശരി പ്രായം 20 ആണെന്നിരിക്കെ 28 വയസ്സുവരെ മിടുക്കിയായി ജീവിച്ച് പക്ഷി നിരീക്ഷകർക്കും മൃഗസംരക്ഷണ വകുപ്പിനും വിസ്മയമായ പിങ്കിത്തത്ത ഒടുവിൽ ഓർമ്മയായി.